നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ വളരെ വിശേഷപ്പെട്ടതായ ചില കാര്യങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത്. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ പലവിധ സംശയങ്ങൾ ഉണ്ടായി എന്ന് വരാം. പലവിധ ചോദ്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വരികയും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്തതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. പലവിധ ചോദ്യങ്ങളുമായിരിക്കും മനസ്സിലേക്ക് കടന്നു വരിക, അല്ലെങ്കിൽ അവ്യക്തതകളാണ് ഉണ്ടാവുക. അത് തൊഴിൽ സംബന്ധമാകാം, ബിസിനസ് സംബന്ധമോ അതല്ല സാമ്പത്തികമോ അല്ലെങ്കിൽ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടോ അത്തരത്തിൽ പല കാര്യങ്ങളും, പല വിധത്തിലുള്ള സംശയങ്ങളും അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്തതായ ചോദ്യങ്ങളും മനസ്സിൽ ഉള്ളവർ തന്നെയാണ് പലരും. അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരമായി തന്നെ ഈ ഒരു ശിവചക്രത്തെ നിങ്ങൾക്ക് പരാമർശിക്കുവാൻ സാധിക്കും. അതിശക്തിയേറിയ ശിവചക്രമാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. പരമശിവന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 0 മുതൽ 4 വരെയുള്ള സംഖ്യകളാണ്. ഈ ചക്രത്തിൽ തന്നിട്ടുള്ളതായ ഈ സംഖ്യകളിൽ നിന്നും നിങ്ങൾ ഒരു സംഖ്യ തൊടണം. മനസ്സ് തിരഞ്ഞെടുക്കുന്നത് ഏത് സംഖ്യയാണ് എങ്കിൽ ആ സംഖ്യയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന വിധിയെക്കുറിച്ചും നിങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കടന്നു വരേണ്ട കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ഒരു നിമിഷം പരമശിവനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഈ കാര്യം പ്രവർത്തിക്കാൻ ശ്രമിക്കണം. ഓരോ അക്കത്തിനും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം കൊണ്ടുവരുവാൻ സാധിക്കും. അതിനായി ഏവരും ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതായ ഈ ചക്രത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയോടെ നോക്കണം. ശിവചക്രം തന്നെയാണ് ഇപ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞിട്ടുള്ളത്. ഈ ചക്രത്തിൽ നിന്നും ഈ തന്നിരിക്കുന്നതായ സംഖ്യകളിൽ നിന്നും അല്ലെങ്കിൽ അക്കങ്ങളിൽ നിന്നും ഒരക്കം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അതിനായി ഏവരും ഈ അക്കങ്ങൾ സൂക്ഷിച്ചു നോക്കുക. ഈ ചക്രത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷനോടുകൂടി നോക്കണം. ഇപ്രകാരം നിങ്ങൾ നോക്കുമ്പോൾ ഒരു സംഖ്യ നിങ്ങളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും. ഒരു നിമിഷം പരമശിവനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിൽ ഓം നമഃശിവായ എന്ന് 3 വട്ടം ചൊല്ലിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ആഗ്രഹമോ പ്രശ്നമോ എന്താണ് എങ്കിലും അല്ലെങ്കിൽ ഒരു വിഷമകരമായ കാര്യമാണ് എങ്കിലും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഈ സ്ക്രീനിൽ കാണുന്നതായ സംഖ്യകളിൽ നിന്നും ഒരു സംഖ്യ തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചൂണ്ടുവിരൽ കൊണ്ട് ഈ സംഖ്യകളിൽ ഒരു സംഖ്യയെ തൊടാവുന്നതുമാണ്. നിങ്ങൾ അപ്പോൾ ഒരു സംഖ്യ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഒരു സംഖ്യ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിന് മുന്നോടിയായി ഏവരും ഓം നമഃശിവായ എന്നോ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമമോ കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. അല്ലെങ്കിൽ ആ ശക്തിയോടുള്ള പ്രാർത്ഥനയാണ് എങ്കിലും നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ സംഖ്യയായ 0 തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു, അല്ലെങ്കിൽ നല്ലൊരു തുടക്കത്തിനുള്ള സാധ്യത, ഒരു ആരംഭം കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ മനസ്സിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ ആ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾ അല്ലെങ്കിൽ ആ ആഗ്രഹം നടക്കുവാനുള്ള സാധ്യത തന്നെയാണ് തെളിയുന്നത്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നൊരു വ്യക്തത കുറവുണ്ട്. പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നു എങ്കിലും
ആ കാര്യങ്ങളിലുള്ള അവ്യക്തതകൾ നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കാത്തതായ അവസ്ഥയുണ്ട് എങ്കിൽ ഇവിടെ ഒരു മാറ്റം സംഭവിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന അന്ധകാരത്തെ മറികടന്ന് പ്രകാശത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നുള്ളതാണ്. പല വിധത്തിലും ദുരിതപൂർണമായ അവസ്ഥകൾ, കഷ്ടപ്പാടുകൾ എന്ന് തന്നെ പറയാം. അത് അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മാറ്റം കടന്നു വരാവുന്ന സമയമുണ്ട്. പല രീതിയിലും അനുകൂല കാര്യങ്ങൾ അതൊരു ഉയർച്ചയുമായി ബന്ധപ്പെട്ടാകാം. നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ബഹുമാനം, അംഗീകാരങ്ങൾ ലഭിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായ കാര്യങ്ങളാണ് എങ്കിലും അനുകൂലമായ മറുപടി പല കാര്യങ്ങളിലും ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. അത് അമിതമായ ക്രോധമാണ്. ചില സമയത്ത് നിങ്ങളെ പിടിച്ചാൽ കിട്ടാത്ത വിധം ദേഷ്യമുണ്ടാകാം. പിടിവാശിയോ നിർബന്ധ ബുദ്ധിയോ അഹങ്കാരമോ ഉണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കും. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുകയും ക്ഷമയോടെ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അല്ല എങ്കിൽ അതല്ല, നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നില്ല, അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ തുടർന്നു പോരുകയാണ് എങ്കിൽ അത് വലിയ നഷ്ടങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നതിന് കാരണമായി തീരും. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പ്രവർത്തിക്കാം എന്ന രീതിയിൽ എടുത്തു ചാടുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടതായ കാര്യം, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ആ ശക്തിയെ നിത്യവും ആരാധിക്കുകയും നിങ്ങൾക്ക് സാധിക്കുന്ന വിധം ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങൾ ആ ദേവതയ്ക്ക് സാധിക്കുന്ന വഴിപാടുകൾ നടത്തണം. പരമശിവനാണ് എങ്കിൽ ധാര വഴിപാട് നടത്തുന്നത് വളരെ വിശേഷമാണ്. അതോടൊപ്പം കൂവളമാല കൂടി സമർപ്പിക്കുക. നിത്യവും ആ ശിവമന്ത്രങ്ങൾ അല്ലെങ്കിൽ ദേവതയുടെ മന്ത്രങ്ങൾ നിങ്ങൾ തീർച്ചയായും ജപിക്കണം. നമ്പർ 1 തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആത്മവിശ്വാസം, അത് നിങ്ങളെ കാര്യമായി പല കാര്യങ്ങളിലും ബാധിച്ചിരുന്ന അവസ്ഥയുണ്ട്. എന്നാൽ അതിലൊരു മാറ്റം ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ആത്മവിശ്വാസം ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം എന്നുള്ളതാണ്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. നിങ്ങൾ തീർച്ചയായും ഭാഗ്യശാലികളാണ്, ഭാഗ്യം ചെയ്തവരാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കാരണം സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. സൂര്യദേവന്റെ അനുഗ്രഹവും നിങ്ങൾ കാണുവാൻ സാധിക്കുന്നു. ഒരു പുതിയ തുടക്കത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സാധ്യതയും തുലവും കൂടുതലായി തന്നെ പരാമർശിക്കാം. ധനഭാഗ്യത്തിലേക്കോ സന്താന ഭാഗ്യത്തിലേക്കോ നിങ്ങൾ പ്രവേശിക്കുന്നതായ ഒരു സാഹചര്യവും ഇവിടെ കാണുവാനായി സാധിക്കുന്നു. ധനപരമായ ചില സഹായങ്ങളോ അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങളോ വന്നു ചേരാം. ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ച് കിട്ടാവുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും ആഗ്രഹ സാഫല്യങ്ങളും നിങ്ങൾക്കുണ്ടാകണം എന്നുണ്ട്. എന്നാൽ അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല. അവിടെയാണ് സാക്ഷാൽ പരമശിവന്റെ അഥവാ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുഗ്രഹത്താൽ തീർച്ചയായും നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിക്കുവാൻ സാധിക്കുക. ധനപരമായ പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് നിങ്ങൾ. ഒന്ന് തീരുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ പല സാമ്പത്തിക പ്രശ്നങ്ങളുമുണ്ട്. അത് മറികടക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുക മാത്രമല്ല, കുടുംബത്തിൽ സന്തോഷിക്കുവാനുള്ള ചില അവസരങ്ങൾ, അത് മംഗളകരമായ ചില കാര്യങ്ങളാകാം, ധനപരമാകാം, അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ടുമാകാം. ഇത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സന്തോഷിക്കുവാനുള്ള സാധ്യതകൾ വന്നു ചേരാം. അതൊരു വിവാഹം പോലുമാകാം.
അല്ലെങ്കിൽ കുട്ടികളുടെ ജനനവുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ വീട് വാങ്ങുക, ഗൃഹപ്രവേശം നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലുമാകാം. ഈ സമയം നിങ്ങൾ പഠിക്കുന്ന കുട്ടികളുണ്ട് എങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് അനുകൂല സാഹചര്യങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ അനുകൂലമായ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ മുതിർന്നവരെ ബഹുമാനിക്കുകയും മുതിർന്നവരുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ്. തീർച്ചയായും നിങ്ങൾക്ക് അനുഗ്രഹം വളരെ കൂടുതലായും അനുകൂലമായും ഭവിക്കും എന്ന് കാണുവാനായി സാധിക്കുന്നു. അമിത ആത്മവിശ്വാസം കൊണ്ട് നിങ്ങൾ എടുത്തു ചാടി വാഗ്ദാനങ്ങൾ ഒരിക്കലും നൽകാൻ പാടില്ല എന്ന കാര്യം ഓർക്കണം. അതായത് ചില വ്യക്തികളുടെ നിർബന്ധപൂർവമോ അല്ലാതെയോ ചില വാഗ്ദാനങ്ങൾ നൽകുവാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങൾക്ക് വിനയായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രം, അത്തരം കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ വാക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ദോഷമായി മാറാം. ഈ സമയം തീർച്ചയായും സൂര്യദേവനെ ആരാധിക്കുന്നതും പരമശിവനെയും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെയും ആരാധിക്കുന്നത് ശുഭകരമാണ്. നിത്യവും ഈ ദേവതാ മന്ത്രങ്ങൾ ജപിക്കുകയും നിങ്ങൾക്ക് സാധിക്കുന്ന വഴിപാടുകൾ നിങ്ങൾ നടത്തുകയും ചെയ്യുക. പ്രത്യേകിച്ചും പരമശിവന് ധാര വഴിപാടും കൂവളമാലയും നടത്തി പ്രാർത്ഥിക്കുന്നത് വിശേഷം തന്നെയാകുന്നു. രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. മാറ്റങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ആ മാറ്റങ്ങൾ പലപ്പോഴും സാധ്യമാകാത്തത് നിങ്ങൾക്ക് വിഷമങ്ങൾ നൽകുന്നുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് വലിയൊരു മാറ്റം ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് കാണുന്നു. ചില മേഖലകൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ലാഭമോ അല്ലെങ്കിൽ ഒരു ഉയർച്ചയോ നേട്ടമോ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിന്നും രക്ഷ നേടുവാനുള്ള അവസരമോ നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം പല വ്യക്തികളെയും കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. അല്ലെങ്കിൽ ചില തർക്ക പരിഹാരങ്ങൾ ഈ സമയം നിങ്ങൾക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മുൻപ് അവസരങ്ങൾ ലഭിച്ചിരുന്നു എങ്കിലും അത് കൃത്യമായി പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചിരുന്നു എന്ന സംശയമുണ്ട്. എന്നാൽ ഈ സമയം അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയും അത് വിനിയോഗിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. എന്നാൽ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നില്ല. ചില കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് ചിന്തിക്കുകയും പിന്നീട് അത് വേണ്ട എന്ന് തോന്നാം. അല്ലെങ്കിൽ പിന്നീട് മറ്റൊരു കാര്യം ചെയ്യാം എന്ന് വിചാരിക്കും. അപ്പോൾ പഴയ കാര്യം അവിടെ നിർത്തും. അത്തരത്തിൽ ചില കാര്യങ്ങൾ പാതിയിൽ മുടങ്ങി പോവുകയോ ചെയ്യാൻ പറ്റാത്തതായ സാഹചര്യമോ വന്നു ചേരാം. ഇത്തരത്തിൽ മനസ്സ് ചാഞ്ചാടിക്കൊണ്ടിരിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഉറച്ചു നിൽക്കുവാൻ സാധിക്കാത്ത അവസ്ഥ വന്നു ചേരാം. പല കാര്യങ്ങളിൽ പകുതി വിജയം നേടിയാൽ പോലും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായി എന്ന് വരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ചില വ്യക്തികളെ അല്ലെങ്കിൽ വളരെ കാലമെത്തി ചില വ്യക്തികളെ കണ്ടുമുട്ടുകയോ ചില വ്യക്തികളുമായി പുതിയ അവസരങ്ങൾ കടന്നു വരികയോ ചെയ്യാവുന്ന സാഹചര്യങ്ങളുമാകാം. എന്നാൽ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, പലരും മോഹന വാഗ്ദാനങ്ങൾ നൽകുകയോ മധുരമുള്ള വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനോ സാധ്യത കൂടുതലാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, വളരെ ആലോചിച്ച് മാത്രമേ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടൂ എന്നുള്ളതാണ്. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആരോഗ്യ കാര്യത്തിലോ ചില വിഷമതകൾ വന്നു ചേരാം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ
നിങ്ങൾക്ക് ഇത്തരത്തിൽ എതിരായി വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെയും ഗണപതി ഭഗവാനെയും പരമശിവനെയും ആരാധിക്കുക എന്നുള്ളതാണ്. ഗണപതി ഭഗവാന് നിങ്ങൾ നാളികേരം ഉടയ്ക്കുന്നതും കറുകമാല ചാർത്തുന്നതും ശുഭകരമാണ്. കൂടാതെ പരമശിവന് ധാര വഴിപാടും നടത്തുക. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളെ ബാധിക്കാവുന്ന ആ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ആ ദോഷഫലങ്ങൾ ഒരു പരിധിവരെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങണം. മൂന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളിൽ ഒരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ആത്മീയപരമായ ഉയർച്ച നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. പലപ്പോഴും ആത്മീയ കാര്യങ്ങൾക്ക്, ദൈവിക കാര്യങ്ങൾക്ക് മുടക്കം സംഭവിക്കുകയോ അല്ലെങ്കിൽ വേണ്ടത്ര മുൻഗണന ചില സമയങ്ങളിലെങ്കിലും നൽകാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട് എങ്കിൽ അതിൽ മാറ്റം വന്ന് ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഈ സമയം നോക്കുമ്പോൾ, ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, ആഗ്രഹ സാഫല്യത്തിലേക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടതായ സാഹചര്യമുണ്ട്. ക്ഷമ ഈ സമയം അനിവാര്യമാണ് എന്ന് കാണുവാനായി സാധിക്കുന്നുണ്ട്. ചില തടസ്സങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ കൂടുതൽ വ്യക്തതയോടെ മുന്നോട്ട് പോകേണ്ടതും ചില കാര്യങ്ങൾ കൂടുതലായും മനസ്സിലാക്കേണ്ടതും അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം ഒരു കാരണവശാലും പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പാടില്ല എന്ന് കാണുന്നു. 2 വട്ടം ആലോചിച്ചതിന് ശേഷം തീരുമാനം എടുക്കേണ്ടതാണ്. പല കാര്യങ്ങളിലും മനസ്സ് ഉടക്കി നിൽക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ചില കാര്യങ്ങളിൽ അവ്യക്തത വന്നു ചേരാം. ഏത് ചെയ്യണം, ഏത് ചെയ്യേണ്ട, ഏത് തിരഞ്ഞെടുക്കണം, ഇത്തരത്തിൽ പല വിധത്തിലും മനസ്സ് ആശങ്കകൾ കൊണ്ട് നിറയാം. ഒരു വ്യക്തതയില്ലാത്തതായ അവസ്ഥ, ഒരു കാര്യങ്ങളിലും ഉറച്ചു നിൽക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം. പല കാര്യങ്ങളും മനസ്സിൽ മാറി മാറി വന്ന് ചേരാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ വിഷാദമോ അല്ലെങ്കിൽ ഉത്കണ്ഠയോ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ നിയന്ത്രണം തന്നെ നഷ്ടമാകുന്ന സാഹചര്യം, ആത്മനിയന്ത്രണം നഷ്ടമാകുന്നതായ സാഹചര്യം പല കാര്യങ്ങളിലുമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ അബദ്ധവശാൽ ചില കാര്യങ്ങളിൽ ചെന്നകപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. പുറമെ നിന്ന് നോക്കുമ്പോൾ നല്ലതാണ് എന്ന് തോന്നാം, അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഉപദേശത്താലും ചില അബദ്ധങ്ങളിൽ ചാടുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധ പുലർത്തണം. ഏത് കാര്യം ചെയ്യുമ്പോഴും 2 വട്ടം ആലോചിച്ച് സമയമെടുത്ത് നിങ്ങൾ ചെയ്യണം. ഈ സമയം നിങ്ങൾ തീർച്ചയായും ഭദ്രകാളി ദേവിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെയും പരമശിവനെയും ആരാധിക്കുന്നത് അനിവാര്യമാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം കുറഞ്ഞു വരുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ബാധിച്ചിരിക്കുന്നതായ അവസ്ഥ, പല കാര്യങ്ങളിലും കാര്യവിജയങ്ങൾ പോലും നേടാൻ സാധിക്കാത്തതായ അവസ്ഥ ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരിച്ചടികൾ, അപ്രതീക്ഷിതമായ വിഷമങ്ങൾ ചില വ്യക്തികളിൽ നിന്നും വന്നു ചേരുക, പിന്തുണ പോലും നേടിയെടുക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം എന്നിവ നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാവുന്നതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. അവസരങ്ങൾ വന്നു ചേരുകയാണ് എങ്കിൽ അത് കൃത്യതയോടെ വിനിയോഗിക്കണം. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക. 4ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പല കാര്യങ്ങളെയും പൂർണ്ണതയിൽ എത്തിക്കുവാൻ ശ്രമിച്ചിട്ടും പല കാര്യങ്ങളിലും നിങ്ങൾ തോറ്റുപോകുന്ന അല്ലെങ്കിൽ
പല കാര്യങ്ങളിലും പൂർണ്ണതയിലെത്താത്തതായ അവസ്ഥയുണ്ട്. പല കാര്യങ്ങളും പ്രവർത്തിച്ചിട്ടും പൂർണ്ണമായ സംതൃപ്തി ലഭിക്കാത്തതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം തന്നെയാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ കണക്കുകൂട്ടലുകൾക്ക് പുറത്താണ് സംഭവിക്കുന്നത് എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കാതെ തിരിച്ചടിയാവുകയോ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നതായ സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങളാൽ ജീവിതം മാറി മറിയുന്ന സാഹചര്യങ്ങളും വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ വിജയം ആഗ്രഹിച്ചിട്ടും ചില പരാജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ചില വിജയങ്ങൾ നിങ്ങളെ തേടി എത്തുവാനുള്ള സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവം തന്നെയാകുന്നു. ജീവിതത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അനുഭവിച്ചു പോരുന്ന അവഗണനകളാണ് എങ്കിലും, വിഷമകരമായ സാഹചര്യങ്ങളാണ് എങ്കിലും, തീർച്ചയായും അതെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിക്ക് മുൻപിൽ എല്ലാം അർപ്പിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്ന് പറയാം. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സമയം തന്നെയാണ് ഉള്ളത് എന്ന് കാണുന്നു. പല കാര്യങ്ങളിലും ഒന്നും നടക്കുന്നില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ വിഷമിക്കുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോയില്ല എന്ന വിഷമം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാവുന്നതാണ്. ഈ സമയം ഇരുട്ട് മാറി അല്ലെങ്കിൽ അന്ധകാരം മാറി ചില കാര്യങ്ങളിൽ വെളിച്ചം വന്ന് ചേരുന്നതായ സാഹചര്യം വന്നു ചേരാം. ചില കാര്യങ്ങളിൽ ഒരു പരിഹാരം, അത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തതായ പരിഹാരം നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളും ഈ സമയം തുലവും കൂടുതലാണ് എന്ന് പറയാം. ഈ സമയം നിങ്ങൾ പല കാര്യങ്ങളിലും ഒരു വ്യക്തത കുറവോടെ മുന്നോട്ട് പോകുന്നത് പല കാര്യങ്ങളിലും വിലങ്ങുതടിയായി മാറുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എതിരായി ഭവിക്കുന്ന സാഹചര്യം പോലുമുണ്ട് എന്ന് പറയാം. ഇതിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സമയം ചില വ്യക്തികളിൽ നിന്നും ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ച് നിങ്ങൾക്കത് ലഭിക്കാതിരിക്കുന്നതും, ചില വ്യക്തികൾ നിങ്ങളുടെ മനസ്സ് നോവിക്കുന്നതും നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ തടസ്സങ്ങൾ മാറി അല്ലെങ്കിൽ അല്പം അനുകൂലമായ കാര്യങ്ങൾ സിദ്ധിക്കുവാൻ നിങ്ങളുടെ പ്രവൃത്തികൾ ഈ സമയം നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. അതിനാൽ ആ പ്രവൃത്തികൾ അനുകൂലമായി തീരുവാനായി നിങ്ങൾ തീർച്ചയായും ഈ സമയം പരമശിവനെയും കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെയും കാളിദേവിയെയും ആരാധിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും. ശിവക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കും കാളിദേവിക്ക് രക്തപുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് മാറ്റങ്ങൾക്ക് കാരണമായി തീരാം. തീർച്ചയായും ഇതൊരു വഴികാട്ടിയായി നിങ്ങൾ കാണണം. ചില കാര്യങ്ങളിൽ ഒരു സൂചന നിങ്ങൾക്ക് ലഭിച്ചു എന്ന് അർത്ഥമാക്കാം. അതിനാൽ അത് നിങ്ങളുടെ കർമ്മത്തെയും പ്രവൃത്തിയെയും അനുകൂലമായ രീതിയിൽ അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുന്ന സാഹചര്യം വന്നു ചേരും. ഈ സമയം എത്ര മോശം സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും പല കാര്യങ്ങളും മാറ്റി എഴുതുവാൻ, മാറ്റങ്ങൾ വരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും.